അപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കായിരിക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ ഒരു ബ്രാൻഡ് ഒരു ഫോൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അതൊക്കെ നല്ല രീതിയിലൊക്കെ ഹിറ്റ് ആവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ചിലപ്പം അത് ഭയങ്കര വലിയ ഒരു പരാജയത്തിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 5 സ്മാർട്ട് ഫോൺ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് സാംസങ് ഗാലക്സി നോട്ട് 7. ഈ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തുകൊണ്ടാണ് ഫെയിൽ ആയതെന്ന്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് കുറെ ബാറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫോണിനൊക്കെ പൊട്ടിത്തെറിക്കുന്നൊക്കെ പലരൊക്കെ ദിവാലിക്ക് വേണ്ടിയും പലരും ഈ ഹോളിക്കും ഇതിനൊക്കെ വേണ്ടി ഈ ഫോണൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പല ഫ്ലൈറ്റുകളിൽ പോലും ഈ ഫോൺ ഒന്നും അലൗഡ് ഒന്നും അല്ല, ഈ ഫോണൊക്കെ ബാൻഡ് ഒക്കെ ആയിരുന്നു. ഈ ഫോണിന്റെ ബ്ലാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് തന്നെ പലതരം കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായി. പിന്നെ സാംസങ്ങിന് അവസാനം ഈ ഫോൺ തിരിച്ചെടുക്കേണ്ടിയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല രീതിയിൽ ഒരു ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പലവർക്കും. പക്ഷെ ഇപ്പോഴും നല്ല രീതിയിലൊക്കെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റെപ്യൂട്ടേഷൻ എല്ലാം താഴോട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ റിവ്യൂവേഴ്സ് ഒക്കെ ആദ്യമായിട്ടൊക്കെ പറഞ്ഞാൽ ഇത് നല്ല ഫോണാണിത്. പക്ഷെ ഈ ഒരു ബ്ലാസ്റ്റ് ഇഷ്യൂസും ഇതും ഉള്ളതുകൊണ്ട് ഈ ഒരു ഫോണിന്റെ സെയിൽസിന് തന്നെ ഇതൊക്കെ മൊത്തം ബാധിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവര് റീബ്രാൻഡ് ചെയ്ത് പറഞ്ഞ വേറൊരു പേരിൽ അങ്ങാണ്ട് ഈ ഫോൺ കണ്ട് ലോഞ്ച് ചെയ്തായിരുന്നു, സാംസങ് ഗാലക്സി നോട്ട് എപി എന്ന് വെച്ച പേരില്. അപ്പൊ ഇതുപോലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണൊക്കെ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല ഫോൺ ആവേണ്ടതായിരുന്നു, പക്ഷെ ഇതിന്റെ ബ്ലാസ്റ്റ് ഇഷ്യൂ കാരണം ഇത് ഫെയിൽ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ആപ്പിളിന്റെ ഫോൺസ് ആണ്. ആപ്പിളിന്റെ 3 ഫോൺസിനെ പറ്റി ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഐഫോൺ 5C. ഐഫോൺ 5C 2013 ലോഞ്ച് ചെയ്തത് ഐഫോൺ 5S ആദ്യമായിട്ടൊക്കെ ആയിരുന്നു ആപ്പിള് 2 ഫോൺസ് ഒക്കെ ഒരുമിച്ച് ലോഞ്ച് ചെയ്തത്. അതിൽ ഐഫോൺ 5C ഉണ്ടായിരുന്നു, 5S ഉണ്ടായിരുന്നു. പക്ഷെ 5C അധികം സക്സസ് ഒന്നും നേടിയില്ല, ഇതിന് നല്ല സെയിൽസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഐഫോൺ 5ന്റെ അതേ ഒരു ചിപ്സെറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഐഫോൺ XRോ ഐഫോൺ 11 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾക്ക് പല കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പഴയ നിങ്ങൾക്ക് ചിപ്സെറ്റ് ബേസ്ഡ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് ക്യാമറാസ് ആയിക്കോട്ടെ, വേറെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതൊന്നും ഐഫോൺ 5Sന്റെ അതുപോലെ ഒന്നും അല്ലായിരുന്നു. ഐഫോൺ 5Sൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് 64-ബിറ്റിന്റെ ചിപ്സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഫോണിന്റെ ആണെങ്കിൽ ക്യാമറാസ് ഒക്കെ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഫോൺ ഐഫോൺ 5C വെറും $100 ഇത് വിലക്കുറവുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവരൊക്കെ ഐഫോൺ 5Sലോട്ടൊക്കെ പോയി 5ലോട്ടൊക്കെ പോയി, പക്ഷെ സിലോട്ടൊന്നും ആരും പോയിട്ടൊന്നുമില്ല. ഇതും വലിയൊരു ഡിസാസ്റ്റർ ഒക്കെ ആയിരുന്നു ഈ ഒരു C സീരീസ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ആരും ഈ ഫോണൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പലർക്കും പുതിയ ഈ കളർ വേരിയൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു റീസൺസും ഇതൊക്കെ. അപ്പൊ അടുത്ത ഫോണിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തത് ഐഫോണിന്റെ തന്നെ 2 ഫോൺസിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഐഫോൺ 12 മിനിയും ഐഫോൺ 13 മിനിയും. അപ്പൊ ഈ മിനി സീരീസ് ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോപ്പ് ആണെന്ന് നമുക്ക് പറയുന്നതിൽ വലിയൊരു തെറ്റൊന്നും തന്നെ ഇല്ല. അപ്പൊ ഐഫോണിന്റെ ഈ ഒരു സീരീസ് ഇപ്പൊ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഐഫോൺ 14 സീരീസിൽ അവര് മിനി ഫോൺസ് ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഈ മിനി ഫോൺസ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. ഇതിന്റെ ബാറ്ററിയും പിന്നെ ഈ ഫോണിന്റെ സ്ക്രീൻ സൈസ്. അപ്പൊ ബാറ്ററിക്കകത്താണ് മെയിൻ ഒരു ഇതൊക്കെ ഉള്ളത്. അപ്പൊ ബാറ്ററിക്കകത്ത് നിങ്ങൾക്ക് എന്തായാലും ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ ആപ്പിളിന് ഇവിടെ കൂടുതൽ കമ്പോണൻസോ കൂടുതൽ ഇങ്ങനെ പാർട്സ് ഒന്നും ആഡ് ചെയ്യാനൊന്നും ആവുന്നില്ല ആ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇനിമൂൽ 14 സീരീസിൽ മിനി ഫോൺസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ സെയിൽസ് ഒരു പരിധിക്കൊന്നും ശേഷം മേളിൽ പോകുന്നൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കൂടുതലും ആൾക്കാർ ഇതിലോട്ടൊന്നും പോവാത്തത്. അപ്പൊ ഇതൊന്നും വിറ്റ് പോകാറില്ല. ഇതാണ് റീസൺ അവർ 14 സീരീസിന് മിനി കൊണ്ടുവരാത്തത്. അപ്പൊ മിനി സീരീസും ഫ്ലോപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മൊത്തത്തിൽ ആപ്പിളിന്റെ ഫോൺസിനകത്ത്. അപ്പൊ അടുത്ത ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ഫേമസ് ഫോണൊക്കെ ആയിരുന്നു. ഈ ഫോണാണ് ഫ്രീഡം 251 എന്ന് പറഞ്ഞ ഫോൺ. 251 രൂപയ്ക്ക് ലോഞ്ച് ആയ ഒരു ഫോണൊക്കെ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫുൾ സ്കാം ബേസ്ഡ് ഒക്കെ ആയിരുന്നു. 2015-16 ഒരു വലിയൊരു സ്കാം ഒക്കെ ആയിരുന്നു ഈ ഒരു ഫോണ്. ഞാൻ ഫുള്ള് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2015 റിംഗിങ് ബെൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ആണ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ നിങ്ങൾ വെച്ചേക്കുക. അപ്പോൾ ഇവർക്ക് ഒരു ട്രാക്ക് റെക്കോർഡും ഇല്ല. ഇവരുടെ ഫണ്ടിങ് എവിടെ നിന്നാണ്, ഇവർ നേരെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇവർക്ക് അങ്ങനെ പരിചയമോ നോഹവോ ഒന്നും തന്നെ ഇല്ല. ഇവർ ആദ്യമായിട്ടൊക്കെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലോട്ടൊക്കെ വരികയാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ അവർ ലോഞ്ച് ചെയ്യുകയാണ്. ഫ്രീഡം 251 റുപ്പീസിന് $4 ലോഞ്ച് ചെയ്ത ഫോണൊക്കെയാണ്.
പിന്നെ ഇത് ഗ്ലോബലി ഹിറ്റായി. പിന്നെ മീഡിയക്കാര് റിവ്യൂവേഴ്സ് ഈ ഫോണൊക്കെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോണിന്റെ സ്പെക് ഒക്കെ നിങ്ങൾ ഇപ്പം നോക്കുവാണെങ്കിൽ 8GB ഉണ്ടായിരുന്നു സ്റ്റോറേജ്, 1GB റാം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ 3 മെഗാ പിക്സലിന്റെ കണ്ട് ഏകദേശം നിങ്ങൾക്ക് ക്യാമറാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ നിങ്ങൾക്ക് ലോ എൻഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെയാണ്. വേൾഡ്സ് ഏറ്റവും വലിയ ചീപ്പസ്റ്റ് ഫോണൊക്കെ ആയിരുന്നു ഇത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഫോണിന്റെ സെയിൽ പറഞ്ഞാൽ 2016 ഫെബ്രുവരിയിൽ ഈ ഫോണിന്റെ സെയിലിനകത്ത് ആദ്യം വെബ്സൈറ്റിലൊക്കെ വെച്ചത്. വെബ്സൈറ്റിൽ പോയിട്ട് ആൾക്കാർക്കൊക്കെ ഫോൺസ് ഒക്കെ മേടിക്കാൻ പറ്റും. പിന്നെ അവസാനം ആ വെബ്സൈറ്റിൽ നിന്നൊക്കെ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ പലർക്കും ഈ ഒരു ഫോൺ ഒന്നും ലഭിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് പലരും ഒക്കെ ഇവിടെ മനസ്സിലാക്കുന്നത്, ഫോണൊക്കെ കിട്ടിയവർക്ക് ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ ആഡ്കോ കമ്പനി ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് ഒക്കെയാണ്. അപ്പോൾ ആഡ്കോമിന്റെ ഫോൺ അവർ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അവരുടെ ലോഗോ ഒക്കെ ഹൈഡ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ അവർ ഫോണൊക്കെ വിൽക്കുകയൊക്കെയായിരുന്നു. പിന്നെ അവസാനം അവർ പുതിയ ഒരു ഫ്രീഡം ഫോണൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവര് എന്തോ തരികിട പരിപാടിയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ ഗ്ലോബലും ഇതൊക്കെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസ്. ഇവര് വേൾഡ്സ് ചീപ്പസ്റ്റ് ഫോണൊക്കെ ആണെന്ന്. ഗവൺമെന്റ് ആയിക്കോട്ടെ, ചൈനീസ് ബ്രാൻഡ്സ് ആയിക്കോട്ടെ, അവരും എല്ലാം പറയാണ് ഈ ഒരു ബ്രാൻഡ് ആയിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇതുപോലെ ഉള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ 251 റുപ്പീസിന് ഫോണൊക്കെ ലോഞ്ച് ചെയ്യാണ്, വേറെ ഫോൺ എടുത്തിട്ട് റീബ്രാൻഡ് ചെയ്യുന്നു. പലതരം നിങ്ങൾക്ക് തരികിടകളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അപ്പൊ ഫ്രീഡം 251 വലിയൊരു സ്കാം ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത് 6 വർഷം പഴയ ഒരു ഫോണൊക്കെയാണ്. അപ്പൊ പല കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. അതിനെപ്പറ്റി വേറെ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ബ്രീഫിലൊക്കെ ഉള്ളത്. വേൾഡ്സ് ഏറ്റവും വലിയ ചീപ്പസ്റ്റ് ഫോൺ, അത് ഇപ്പം ആരും തന്നെ മേടിക്കാതെ തന്നെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ വലിയ രീതിയിലൊക്കെ അവര് എല്ലാം പറഞ്ഞാൽ ഈ ഫോണൊക്കെ ഹിറ്റ് ആവുന്ന പക്ഷെ ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് ഫ്രീഡം 251 ഒരു വലിയൊരു ഫെയിലിയർ ഒക്കെ ആയിരുന്നു. പിന്നെ 4ാമത്തെ ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇത് വിൻഡോസ് ഫോൺസിനെ പറ്റിയാണ്. അപ്പൊ വിൻഡോസ് ഫോൺസ് നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു ടോട്ടൽ ഫെയിലിയർ തന്നെയായിരുന്നു. ഇവരുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇപ്പം നോക്കുവാണെങ്കിൽ സമയത്തിനൊക്കെ മുമ്പിലൊക്കെ ആയിരുന്നു. ഇവർക്ക് ഡാർക്ക് മോഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ നിങ്ങൾ OS ഇപ്പൊ നോക്കുവാണെങ്കിൽ അവരുടെയൊക്കെ UI ഇതൊക്കെ അടിപൊളിയൊക്കെ നല്ലൊരു ഐക്കൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഈ ഫോൺസുകളിനകത്ത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫോൺസിനകത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ഒന്നും ചെയ്യാനാവത്തില്ലായിരുന്നു ഇവരുടെ ഈ പ്ലേ സ്റ്റോറിനകത്ത്. പിന്നെ പല ആപ്പ് സപ്പോർട്ട് ഒന്നും ഇല്ല. പിന്നെ ഇവർക്ക് സ്പെസിഫിക്കേഷൻസ് ആണ്, അത് ഗുണമൊന്നും തന്നെ ഇല്ല. ഇവരുടെ ക്യാമറാസ് ഒന്നും അത്രയ്ക്കൊന്നും പോരായിരുന്നു. പിന്നെ ഈ ഫോൺസിലൊക്കെ പ്രൈസിങ്ങും ഒക്കെ അധികമൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് മിക്ക ആൾക്കാരൊന്നും മേടിച്ചില്ല. പക്ഷെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, അവരുടെ നിങ്ങൾക്ക് ആപ്പ് സപ്പോർട്ടും ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല നിങ്ങൾക്ക് UI ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ നല്ല നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ ഫോണുകൾ വരെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ വിൻഡോസിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് വിൻഡോസ് ഫോൺ ഒരു ഫെയിലർ ഒക്കെ ആയിരുന്നു. വിൻഡോസ് ബ്രാൻഡിനെ പറ്റിയില്ല, വിൻഡോസ് ഫോൺ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് വലിയൊരു ഫെയിലർ ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇതും ഒരു വലിയൊരു സംഭവമൊക്കെ ആയിരുന്നു, വലിയ ഫെയിലർ ഒക്കെ ആയിരുന്നു. പിന്നെ അവസാനം 2015 അവർ കോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അവര് വിൻഡോസ് ഫോൺ ഒക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ആമസോൺ ഫയർ ഫോൺ. ഇത് നിങ്ങൾ 8 വർഷം മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോണിനെ പറ്റി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആമസോൺ ഫയർ ഫോണും വലിയൊരു ഫെയിലർ ഒക്കെ ആയിരുന്നു. ഇതിന്റെ ഞാൻ റീസൺസ് ഒക്കെ പറഞ്ഞുതരാം. ഫോൺ ഫെയിൽ ആവാനുള്ള ഒരു റീസൺ ആണ് ഈ ഫോണിന്റെ ഒക്കെ പുവർ സെയിൽസും ഇതിന്റെ ഒക്കെ റിവ്യൂസും. പിന്നെ ജെഫ് ബെസോസും ആമസോണും ഇതിൽ വലിയ രീതിയിൽ ഇവര് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആമസോൺ ഫയർ ഫോണിന് വേണ്ടി. പക്ഷെ അവസാനം ഇതൊരു മിഡ് റേഞ്ച് ടൈപ്പ് ഒരു ഫോണൊക്കെ ആയിരുന്നു. ഇതൊരു ആവറേജ് ഫോണൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പേരൊന്നും പോയിട്ടൊന്നുമില്ല. ഭയങ്കര ഓവർ പ്രൈസ് ഒക്കെ ആയിരുന്നു ഈ ഫോൺ. പക്ഷെ നിങ്ങൾക്ക് മിഡ് റേഞ്ച് ആയിട്ടുള്ള ഫീച്ചറുകളൊക്കെ ആയിരുന്നു ഈ ഫോണുകളിനകത്ത് വരുന്നത്. പക്ഷെ ഇവർക്ക് മെയിൻ എന്ന് വെച്ചാൽ ഇവര് ആൻഡ്രോയിഡും iOSും ആയിട്ട് ഇവര് വലിയ രീതിയിൽ കമ്പയർ ചെയ്യാനൊക്കെ നോക്കുകയൊക്കെ ആയിരുന്നു ഇവര്. പക്ഷെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പ് സപ്പോർട്ട് ആയിക്കോട്ടെ, അവരുടെ പോലത്തെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ ഈ ഫോണുകളിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇതൊരു വലിയ ഫെയിലർ ഒക്കെ ആയിരുന്നു. അത് തന്നെ അല്ലാതെ ഈ ഒരു ഫോൺ ആണെങ്കിൽ $650 ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ അത് വലിയൊരു അഫോർഡബിൾ ഒന്നും അല്ലായിരുന്നു. പിന്നെ ആ ഒരു പ്രൈസിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വലിയ വെർത്തി ഫോൺ ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആൾക്കാരൊക്കെ ആൻഡ്രോയിഡിലോട്ടൊക്കെ പോയിട്ടുണ്ട്, പിന്നെ iOSിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഫോണിന്റെ പ്രൈസിങ് ആയിക്കോട്ടെ, ഫീച്ചർ, നിങ്ങളിപ്പോ പ്രൈസിങ്ങും നിങ്ങളുടെ ഫീച്ചേഴ്സ് ഇപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ പ്രൈസിങ് ആണ് കൂടുതൽ. ഫീച്ചേഴ്സും പ്രൈസിങ്ങും ഇവിടെ
ഒരിക്കലും തുല്യമാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ വേറെ ഫോണൊക്കെ പോയത്. പിന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി നിങ്ങൾക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാനൊന്നും ആവുന്നില്ലായിരുന്നു. പിന്നെ ഇവർ തന്നെ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഒരു പ്ലേ സ്റ്റോർ ഒക്കെ ആയിരുന്നു ഈ ഫോണിനകത്തൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫോണും കൂടെ ഒക്കെ ഫെയിൽ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഇതിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ഒരു നാൾ മുമ്പ് പറഞ്ഞ ഐഫോൺ എക്സിന് ലോഞ്ചിന് ശേഷം അവർ എയർ പവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വലിയ ഫെയിലർ ഒക്കെ ആയിരുന്നു. അപ്പൊ എയർ പവർ നിങ്ങൾക്ക് ഇപ്പം ഐഫോൺ ആയിക്കോട്ടെ, എയർപോഡ് ആയിക്കോട്ടെ, ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരേ ആ ഒരു ചാർജിങ് പാഡ് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണിൽ നിങ്ങൾക്ക് അറിയാനൊക്കെ പറ്റും ഏതൊക്കെ ഈ പ്രൊഡക്റ്റുകളാണ് ചാർജ് ആവുന്നത്, അതിന്റെയൊക്കെ ബാറ്ററി പെർസെന്റേജ് ഐഫോൺ അതൊക്കെ കാണിക്കും. പക്ഷെ ഇതൊരു വലിയൊരു ഫെയിലർ ഒക്കെ ആയിരുന്നു. അതിന്റെ റീസൺ ആണ് ഇവിടെ ഈ ഒരു ചാർജിങ് പാഡിനകത്ത് അവർ കുറെ കോയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഇങ്ങനെ കോയിൽസും ഇതുമൊക്കെ കൂടുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഒക്കെ കേടാവാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരു വലിയൊരു ഫെയിലർ ഒക്കെ തന്നെ. പിന്നെ അവസാനം അവർ ഈ പ്രൊജക്ട് ഒക്കെ അവർ ഡിസ്കണ്ടിന്യൂ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതുമല്ല ഈ ഒരു സംഭവം ഒരിക്കലും ഒന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നും ആവത്തില്ലെന്ന്. പക്ഷെ വേറൊരു ബ്രാൻഡ് പറഞ്ഞാൽ വേറൊരു തേർഡ് പാർട്ടി ബ്രാൻഡ് ആണെങ്കിൽ ആപ്പിളിന്റെ ഇതൊരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചോണ്ട് തന്നെ എയർ പവർ പോലത്തെ ഒരു സംഭവം ഒക്കെ ലോഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആപ്പിളായിട്ട് ഇതൊന്നും ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു സ്മാർട്ട് ഫോൺ ഫെയിലിയേഴ്സ്, പറഞ്ഞ ടോപ്പ് 5 സ്മാർട്ട് ഫോൺ ഫെയിലിയേഴ്സ്. അപ്പൊ ഇതോടെ തന്നെ പല പല ഫോൺസ് ഒക്കെ ഹിറ്റ് ആവാറുണ്ട്, പല പല ഫോൺസ് ഒക്കെ ഫെയിൽ ആവാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫെയിലിയർ സ്റ്റോറീസ് ആണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ സ്മാർട്ട് ഫോൺ ഹിറ്റ് സ്റ്റോറീസും നമ്മളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്, അതിനെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഫ്രീഡം 251 ഫെയിൽ ആയത് ഒരു വലിയ നിരാശയൊക്കെ ആയിരുന്നു, വലിയ രീതിയിലൊക്കെ ആയിരുന്നു അവർ ഫെയിൽ ആയത്. അവരുടെ ഒരു സ്കാമും സംഭവങ്ങളും. പിന്നെ ഗാലക്സി നോട്ട് 7 ആ ഫോണിന്റെ ബാറ്ററി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഫോണൊക്കെ നല്ല രീതിയിലൊക്കെ വിറ്റ് വരുന്ന ഐഫോൺ 5C ആയിക്കോട്ടെ, പിന്നെ ഈ ആമസോണിന്റെ പിന്നെ ഈ വിൻഡോസ് ഫോണിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ആപ്പ് സപ്പോർട്ട് ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് നല്ല രീതിയിൽ യൂസർ ബേസ് ഇല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടും ഈ ഫോൺസ് ഒന്നും കൂടുതൽ വരുന്നു മേടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോക്കകത്തൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒക്കെ കമന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. That's it guys, thanks for watching.